നീ ഇത് കണ്ട് പഠിക്കടാ. ആമ്പിള്ളേർ വേല ചെയ്ത് ജീവിക്കുന്നത് ഒരു ഉളുപ്പില്ലാത്ത ഭാര്യയുടെ ചെലവിൽ കഴിയാണ്. ശരി, ഞാൻ വിളിക്കാം. ബൈ. ആരാ വിളിച്ചേ? ഏയ് ആരുമില്ല. കണ്ടോ എല്ലാം അവൻ മറച്ചു വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം? ഞാൻ നിന്റെ ചെലവിലാണ് ജീവിക്കുന്ന ഒരു തോന്നൽ നിനക്കുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണല്ലോ. അമ്മ പറഞ്ഞതാ ശരിയെന്ന് ഇപ്പൊ തോന്നാം. കാരണം രഘു എൻ്റെ എന്തൊക്കെയാ മറക്കുന്നുണ്ട്. ഞാൻ അന്നേ മോളോട് പറഞ്ഞതല്ലേ, ഇപ്പോഴെങ്കിലും മോൾക്ക് നല്ലൊരു ബുദ്ധി ഉണ്ടായല്ലോ. എന്നാൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? ഇപ്പൊ കുറെ കോളൊക്കെ വരുന്നുണ്ട്. ഞാൻ അറിയാതെ പുറത്തു പോയി സംസാരിക്കുക, പിന്നെ എന്നെ വിളിക്കാതെ എങ്ങോട്ടൊക്കെ പോവുക. എന്തെങ്ങനെ പെട്ടെന്ന്? നീ കൂടുതൽ അവനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇന്ന് കണ്ടോ, അവൻ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നു, നീ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ഇരിക്കാവോ? നീ കൊടുക്കുന്ന പൈസക്ക് തിന്ന് കുടിച്ച് കൊഴുത്ത് അവൻ കണ്ടില്ലേ വീട്ടിൽ കയറി ഇരിക്കുന്നത്? എനിക്ക് തോന്നണത് ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ തോന്നലായിരിക്കും. നമ്മൾ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കി വെക്കുകയാണോ? ഇതൊന്നും തോന്നലല്ല, ഇതിലെന്തോ കള്ളമുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കാലത്ത് ഇവനല്ല ജോലിക്ക് പോകാതെ ആരെങ്കിലും വീട്ടിലിരിപ്പുണ്ടോ? നീ അപ്പുറം ഇപ്പുറം ഉള്ളവരൊന്ന് നോക്കി നോക്ക്. നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് അവൻ ചെയ്യുന്നത് ശരിയാണോ എന്ന്. അപ്പോഴും നിനക്ക് മനസ്സിലാവും. അയൺ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ എത്തും. നമുക്ക് പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? നമുക്ക് പിന്നെ ഒരു ദിവസം പോയാലോ? ഇന്നേ എനിക്ക് സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ? അതൊക്കെ ഉണ്ട്. എന്നാലും പറഞ്ഞിട്ട് പോ. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഞാൻ അറിയാത്ത എന്താ പേഴ്സണൽ കാര്യം? അതൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, വേഗം ഡ്രസ്സ് ചെയ്തിട്ട് താഴോട്ട് വാ, ആഹാരം കഴിക്കാം. എല്ലാം വരണമെന്നുണ്ടോ? ശരി, ഡ്രസ്സ് ചെയ്യും, വേഗം ആവട്ടെ. ഓക്കെ. വന്നോ? വാ, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്കൊന്നും വേണ്ട. എന്താ വേണ്ടാത്ത? എനിക്ക് എത്ര നേരം എടുത്ത് ഉണ്ടാക്കി വെച്ചെന്ന് നിനക്കറിയാമോ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ ഓഫീസിൽ നിന്ന് ഫ്രണ്ട്സായിട്ട് കഴിച്ചു, അതുകൊണ്ട് വലിയ വിശപ്പില്ല. ഓഫീസിൽ നിന്ന്? ഇതെന്താ പതിവില്ലാത്തൊരു ശീലം? നിനക്ക് ഓഫീസിൽ നിന്ന് കഴിക്കണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. എത്ര കഴിച്ച കഷ്ടപ്പെട്ട കാര്യം ഒന്നായിരുന്നു എനിക്ക്. പിന്നെ ചുമ്മാ മനുഷ്യനെ നടക്കെടുത്താനായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോന്ന്. അതെ, ഞാൻ ഇവിടുത്തെ വേലക്കാരനൊന്നും അല്ല. വേണമെങ്കിൽ വേണമെന്ന് വിളിച്ച് പറയണം, തോന്നുമ്പോ നിന്നിട്ട് പോകാനായിട്ട്. എന്തു മോളെ, എടി പിണക്കാണോ? നിങ്ങൾ എൻ്റെ എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഞാനെന്ത് പറയാനായിട്ട്? നിരഹു, ഞാൻ എന്തും സഹിക്കും. ഈ ആക്സിഡൻ്റ് ആയിട്ട് കിടന്നപ്പോഴും നാട്ടുകാർ പറഞ്ഞത് എന്നെ കളഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി പോകാനാ. എന്നിട്ട് ഞാൻ അതൊരു പരാതിയായിട്ട് വന്നിട്ടില്ലല്ലോ. പക്ഷെ ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്ത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് നീ പറയുന്നത്? ഒന്ന് തെളിച്ച് പറയൂ. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ നിങ്ങൾ എവിടെയാണെന്നാ പറഞ്ഞത്? കടയിൽ. എടി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്.
വീട്ടുവേല ചെയ്യുന്നതും പാചകം ചെയ്യുന്നതും മീൻ വറക്കുന്നതും അറക്കുന്നതും എല്ലാം കൂടെ നിന്റെ അമ്മയുടെ. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ തോന്നുന്നു അമ്മ പറഞ്ഞത് തന്നെയാ ശരിയെന്ന്. എന്ത് പറഞ്ഞാൽ ശരിയാന്നുള്ളത്? നിന്റെ അമ്മ എന്ന് വന്നോ അന്ന് തൊട്ട് തുടങ്ങിയാണ് നമുക്കുള്ള പ്രശ്നം. അതൊരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? തെളിവല്ലേ? എന്താ എന്തിന്റെ തെളിവ് നീ പറയുന്നത്? നീ ആദ്യം നോക്ക്. എന്തോ ഇത് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. അല്ലാതെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാൻ അത് കണ്ടു ഇത് കണ്ടെന്നല്ല പറയാനുള്ളത്. പിറകെ വന്ന് ഫോട്ടോ എടുത്ത് ഇതെല്ലാം നിന്നെ തലവ് വെച്ചോണ്ട് പോ. അമ്മ പറഞ്ഞത് ശരി. അമ്മ നമ്മൾ തമ്മിൽ ഒത്തുപോവില്ല. എനിക്ക് ബന്ധം വേണ്ട. ഞാൻ അന്നേ മോളോട് പറഞ്ഞല്ലേ പ്രേമിച്ചു പോകാൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നമുക്ക് ഈ ബന്ധം വേണ്ട മോളെ. അമ്മെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം. രഘു ഇല്ലേ? ആ അനു ആണോ? ഇന്ദു കയറി ഇരിക്കാൻ പറയും. ഞാനാ പറഞ്ഞു വരാനായിട്ട്. ഇന്ദു ഇതനു. അനു ഇന്ദു. അനുവിടെ കോളേജിൽ പഠിച്ചത് മാത്രം പറഞ്ഞാൽ പോരാ. ഷീസ് എ റിയലി ഗുഡ് ഫ്രണ്ട്. എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? അവൾ ഇവിടുത്തെ ഒരു മൈക്രോ ഫിനാൻസ് ബാങ്കിന്റെ ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യുക. ബാക്കി ഞാൻ പറയാം. ഇന്ദു, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങോട്ട് താമസം മാറിയത്. ആദ്യം കുറച്ച് ദൂരെയായിരുന്നു. ഈ ഇടയ്ക്ക് ഇവനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇവിടെ അടുത്താ താമസിക്കുന്നതെന്നും ഇവിടുത്തെ കഥകളും ഒക്കെ പറഞ്ഞത്. കഥകളെന്ന് പറഞ്ഞാൽ ഇവൻ ആക്സിഡൻ്റ് ആയില്ലേ, ആ ആക്സിഡൻ്റ് ആയത് മുതൽ ഇവിടുത്തെ ഹൗസ് ഹസ്ബൻഡ് ആയതുവരെ ഞാൻ ഇവനോടെ ഞങ്ങളുടെ ബാങ്കിലുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. ഈ സ്വയം തൊഴിലിനായിട്ടൊക്കെ ഉള്ള. അപ്പോൾ അത് അവനും ഒരു ഇൻട്രസ്റ്റ് ആയി. അവനും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ അതിൻ്റെ പുറകെ പോവുകയും പേപ്പർ വർക്ക് നീക്കുകയൊക്കെ ചെയ്തു. കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ലോൺ പാസ്സായി. ഇത് പറയാനായിട്ടേ ഇന്നലെ രാത്രി ഞാൻ അവനെ വിളിച്ചതാ. അപ്പോൾ അവന് ഒരേ നിർബന്ധം ഞാൻ തന്നെ ഇതിവിടെ വന്ന് അവൻ്റെ വൈഫിനോട് പറയണമെന്ന്. ഒരു പുതിയ തുടക്കമല്ലേ. നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? പറയാൻ നീ സമ്മതിക്കുമായിരുന്നു? അതില്ല, എന്നാലും ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ. 6 മാസത്തേക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞത്. ഇതിപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. എത്ര നാളെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക. എന്തായാലും നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വരായിരുന്നു. നിനക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു. നീ അതൊക്കെ ഇനി വല്ലപ്പോഴും കിട്ടുള്ളൂ അല്ലേ? വല്ലപ്പോഴും അല്ല, എന്നും കിട്ടും. അതെങ്ങനെ? ഈ കുടുംബം നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് അതെനിക്ക് തന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെ. അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ത് ബിസിനസ്? ഫുഡ് പ്രോഡക്ട്സ്. എനിക്കറിയാം ഞാനെന്ന ഹൗസ് ഹസ്ബൻഡ് നിനക്കും നിൻ്റെ കരിയറിനും എന്തുമാത്രം സപ്പോർട്ടാണെന്ന്. അതുകൊണ്ട് ഈ ഫുൾ ടൈം റെസ്പോൺസിബിലിറ്റി ഞാൻ കളയില്ല. താങ്ക്സ്. പിന്നെ പിന്നെ സോറി.